ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആയിട്ട് എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യാതൊരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ട് പോകണമെന്ന് പോലും ഡിസൈഡ് ചെയ്യാതെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ കുറേ പ്ലേസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ വന്നതും കണ്ടതുമൊക്കെ എല്ലാം ഷാർജ, അജ്മാൻ, അങ്ങനെയെല്ലാം ഉമൽക്കോയിൻ, അങ്ങനെയെല്ലാം ഭയങ്കര ദൂരമുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ റാക്ക് എയർപോർട്ടിൽ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു വഴി കണ്ടത്. അങ്ങനെ നമ്മൾ ആ വഴിയൊന്ന് ജസ്റ്റ് പോവാന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അത് രാത്രിയായിരുന്നു. അപ്പോൾ നമ്മൾ വഴി അറിയാതെ നമ്മൾ തിരിഞ്ഞിട്ട് ഫുള്ള് കൺഫ്യൂഷനായിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫാമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിതുവരെ പോയിട്ടില്ല. എന്തായാലും പോകുന്ന വഴിക്ക് ഒരു സ്റ്റാച്ചു നിന്നിട്ട് നമ്മൾ ഈ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് വഴി കാണിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാണേ. പോയി നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം കേരളത്തിൽ അതേപോലത്തെ ഒരു റോഡും എന്താ പറയുക, ചെറിയ ഇടുങ്ങിയ റോഡും രണ്ട് സൈഡും പച്ചപ്പ് മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എനിക്ക് തനി കേരളത്തിലെത്തിയ ഒരു ഫീലായിരുന്നു. കാരണം നമ്മുടെ ദുബായ്, അബുദാബി, ഷാർജയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റാസൽ ഖൈമ ഒരു നാട്ടിൻ പ്രദേശം പോലെയാണല്ലോ. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന സ്ഥലം എന്തായാലും ഒരു കിടിലൻ സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് റാക്ക് നേച്ചേഴ്സ് ട്രഷേഴ്സ് എന്നാണ്. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീ വരുന്നത് മുതിർന്നവർക്ക് 20 ദിറംസും കുട്ടികൾക്ക് 10 ദിറംസുമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാട്ടോ. ഇവിടെ നമ്മുടെ ഓല മടലിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അത് വെച്ച് അവർ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. വരൂ, കം ഓൺ, ലെറ്റ്സ് ഗോ. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ആൻറ്റിക് ഗാരേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ വണ്ടിയും അതിൻ്റെ മുകളിൽ കുറേ സംഭവങ്ങളൊക്കെ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ പോയില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് മ്യൂസിയം വരുന്നത്. അപ്പം നമ്മൾക്ക് അതിലെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഇതിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ വിവിധ ഇനം പവിഴ പുറ്റുകളൊക്കെ കാണാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ അല്ല കേട്ടോ, എല്ലാം ഒറിജിനലാണ്. നമ്മുടെ കടലിൻ്റെ അടിയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് വിവിധനം ഷെല്ല്, വിവിധനം സ്റ്റോൺസ് എന്നും പറയണ്ട, ഒരു രക്ഷയില്ല. അത് പല രീതിയിലുള്ള കല്ലുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ പവിഴപ്പുറ്റ്, പിന്നെ കടലിൻ്റെ അടിയിലുള്ള ചിപ്പികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുന്നവരെ ഇതൊന്നും മിസ്സാക്കരുത്, കാരണം അത്രയും നമുക്ക് കാണാനുണ്ട്. കൂടാതെ കുറേ ഫോസിൽസ് ഉണ്ട്, പിന്നെ സ്കെൽറ്റൻസ് പലത്, പിന്നെ സ്റ്റഫ്ഡ് ആനിമൽസ് ഉണ്ട്. വിവിധയിനം ഒരു എന്താ പറയുക, ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കാണാം. നമ്മുടെ കയ്യിൽ സ്പൂണ് എന്ന് വേണ്ട പുരാതന കാലത്തെ സംഭവങ്ങൾ ഒക്കെ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ പെട്ടെന്ന് അങ്ങ് കണ്ടു പോവുമായിരുന്നു. അതിനുശേഷം നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അത് ശരിക്കും എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒരു ദിവസം ഇതുപോലെ ഫ്രീ ആയിട്ട് നമ്മൾ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ബാക്കി കൂടി കാണാം. ഒറിജിനലാണ്.
പിന്നെ വരുന്നത് ഒരു ഫിഷ് ടാങ്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വിവിധ ഇനം മത്സ്യങ്ങളുണ്ട് കേട്ടോ. കളർഫുള്ളുള്ളതും വലുതും ചെറുതുമൊക്കെ ആയിട്ട് ഒരുപാട് മത്സ്യങ്ങളുണ്ട്. വര ഇതിനെയാണ് മറ്റേ കഴുത്തിലിട്ടിട്ട് എടുക്കണ. അത് ഇതിനെടുത്തിടണതാ. ഞാനൊരു പാമ്പിനെ കൈ കൊണ്ട് തൊടുന്നത് അത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഈ കാണുന്ന പാമ്പിനെ തോളിലൊക്കെ ഇട്ടു. പക്ഷെ ആ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനത് എടുക്കുന്ന പോർട്രേറ്റിലാണ്, ലാൻഡ്സ്കേപ്പിലല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പേടിച്ച് വിറച്ചാണ് നിന്നെങ്കിലും ഞാൻ ആദ്യമായിട്ട് ആ പാമ്പിനെ കൈ കൊണ്ട് എടുത്തു എന്ന് എനിക്ക് പറയാനുള്ള ഒരവസരം എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോ നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല രസമുണ്ടല്ലോ കാണാനെ. മൂന്ന് മീൻ നല്ല രസമുണ്ട്. പൂച്ചന നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടാ. അവിടെ നിന്നൊരു പൂച്ച എൻ്റെ കൂടെ കൂടിയിട്ടോ. പൂച്ച ഇപ്പം എനിക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് പൂച്ചനെ എവിടെ കണ്ടാലും ഞാൻ വിടാറില്ല. അവൻ എൻ്റെ പുറകെ തന്നെയായിരുന്നു. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് കൊണ്ടുപോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കൂടെ കുറേ വന്നിട്ടോ. അയ്യ വന്നിരിച്ചു പോയി. ഇവിടെ കുറേ മരങ്ങളും പിന്നെ ദാ ഇവിടെ യമു, ആട്, വിവിധ ഇനം ആടുകളുണ്ട് കേട്ടോ. പല പേരിൽ അറിയപ്പെടുന്ന ആടുകളും പിന്നെ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്. യമു വലിയൊരു യമു കേട്ടോ. അത് നോക്കുക തന്നെ. സംസാരിക്കുന്നത് പശു എടാ
നിന്നെ ഒന്നും കാണാനില്ലല്ലോ. ഇതാ ഫ്രഷ് മിൽക്ക്. നീ നാട്ടിൽ നിന്ന് വന്നാണോ? നീ പശു 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 നമ്മുടെ സ്വന്തം നാടൻ പശുവിനെ കണ്ടോ ഗൈസ്? ഈ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാവിധ മൃഗങ്ങളെയും കാണാം കേട്ടോ. ദാ ഇവിടെ ഒരു കഴുത്ത് നിൽപ്പുണ്ടാവും, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ആട്, പശു, ഒട്ടകം എന്ന് വേണ്ട ഒട്ടുമിക്ക മൃഗങ്ങളെയും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് മാറിയിട്ട് കോഴി, പ്രാവ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പാവങ്ങളൊക്കെ വിശന്ന് നിൽക്കായിരുന്നു തോന്നണം കേട്ടോ. നമ്മൾ അതിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് കൊടുത്തപ്പോൾ എല്ലാം വന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെല്ലാത്തിനും തന്നെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പൊക്കെ വന്നിട്ട് ട്രീ ഹൗസിന് മുകളിലൂടെ ഒരു നല്ല അടിപൊളി വാപ്പേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നിന്നിട്ട് നമുക്ക് ഫാമിൻ്റെ ഒരു ഫുൾ വ്യൂവും ഒക്കെ കാണാം കേട്ടോ. ഞാനീ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം പേടിച്ച് പേടിച്ച് നടക്കാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇത് താഴേക്ക് എങ്ങാനും വീഴോ എന്നിട്ടാ. പേടിച്ച് പേടിച്ച് നടക്കുകയാണ് ഗൈസിനെ. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ വന്നത് 2:30-3 മണി ആ ഒരു ടൈമിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു വിൻ്റർ സീസണിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇറങ്ങാൻ നേരപ്പോഴത്തേക്കും കുറേ ഫാമിലീസൊക്കെ വന്നിട്ടോ. എല്ലാവരും വൈകിട്ടാണ് വരുന്നത്, നമ്മൾ കുറച്ച് മുന്നേ എത്തിയെന്ന് മാത്രം. പിന്നെ ഈ ട്രീ ഹൗസിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂസ് അടിപൊളിയാട്ടോ. അതിൻ്റെ മേളിൽ കൂടി നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്കൊരു ചെറിയ പേടിയുണ്ടാവും, പിന്നെ ഓക്കെ. വീണാൽ എൻ്റെ കാലോ കയ്യോ കൂടി വെരി കെയർഫുള്ളായിട്ട് നമ്മളോട് നടക്കണം. തന്നെ നടുവിലോട്ട് സീനറി ഇവിടെ എടുക്കാം. ഇവിടെ കൊണ്ട് കഴിഞ്ഞോ? ഇതിലിറങ്ങാം. ട്രീ ഹൗസിന് തൊട്ടടുത്തായിട്ട് ഒരു ഹട്ട് സെറ്റപ്പാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 7-8 ഹട്ട് ഇവിടെ വരുന്നുണ്ട്.
അത് ഫുള്ള് വുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വുഡ് ഹൗസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം, അതുപോലെ മജ്ലിസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാഷ്റൂം അവൈലബിൾ ആണ്. പിന്നെ അവിടെ നോക്കുമ്പോൾ ഒരു ലേക്ക് വ്യൂ ആണ്. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു പൂള് സെറ്റപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തായാലും അടിപൊളിയാണ്. അതായത് കേട്ടോ ഹട്ട് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അതിന് എത്രയാണ് എമൗണ്ട് വരുന്നത് നമ്മൾ ചോദിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ ഇവിടെ വരും, കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുള്ള് നമുക്ക് കവർ ചെയ്യാനും പറ്റിയില്ല. അതാണ് ഇവിടെ ഇതൊക്കെ ഇവിടെ അതിലെ പോയില്ലല്ലോ. നമ്മളുടെ സ്വന്തം മടൽ കൊണ്ട് ക്രിയേറ്റിവിറ്റി എന്താ ഓല മടൽ ക്രിയേഷൻ. അവിടെ എന്തോ ഉണ്ട്. വാ നടക്കാന്ന് മാത്രമേ ഉള്ളൂ. പോ ചെന്റെ പൊന്നേ, വിട്ടുപോയ ചെളി കിടക്കും. ഇതാ പുരാതനമായ ഒരു വഞ്ചി. ക്രിയേറ്റീവായിട്ട് വൈകുന്നേരങ്ങളിലാട്ടോ ഇവിടെ കൂടുതൽ ഫാമിലിയൊക്കെ വരുന്നത്. നമ്മൾ പോയ സമയത്ത് ആരും തന്നെ ഉണ്ടായില്ല. ഇറങ്ങാനായപ്പോഴത്തേക്കും ഫാമിലീസൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. കുട്ടികളൊക്കെ കളിച്ചിട്ടിട്ട് പോയിരിക്കുന്ന ടോയ്സൊക്കെയാണ്. നല്ലൊരു പ്ലേ ഏരിയ ആണ്. ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കിഡിലൻ ആംബിയൻസും കിഡിലൻ വൈബിലും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താമസമുണ്ടോ? അതാ നാളെ വരാം. നാളെ അല്ല, അടുത്ത ആഴ്ച. ഇതിൻ്റെ പേര് പോലെ തന്നെ എല്ലാം നാച്ചുറലായിട്ട് സംഭവങ്ങളാട്ടോ. ഒന്നുമില്ല ആർട്ടിഫിഷ്യലായിട്ട്. നാച്ചുറലായിട്ടുള്ള മടൽ, ഓല, ചുള്ളിക്കമ്പ് എന്ന് വേണ്ട എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും കൊണ്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതായി കാണുന്ന ഫുള്ള് ചോളം ആട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ കൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ, ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തോട്ടൊന്നും പോയില്ല കേട്ടോ. മടലുകൊണ്ട് എന്തായാലും കാണാൻ പോകുന്നത് സാൾട്ട് കേവ് ആണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഇത് ഫുള്ള് ഉപ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാട്ടോ. ഈ കാണുന്നതൊക്കെ ഉപ്പ് കല്ലുകളാണ്. ഒറിജിനൽ ആയിട്ടുള്ള ഉപ്പ് കല്ലുകൾ കൊണ്ട് അവരൊരു കേവ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ ലൈറ്റിനിങ് സെറ്റപ്പ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് ഇതിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ പുരാതനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ചെരുപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ.
ഈ കാണുന്ന സ്ഥലത്താണ് കുറേ പ്രാവുകളും കോഴികളൊക്കെ. നമ്മൾ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. നെക്സ്റ്റ് ഒരു ഡേ നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു കിഡിലൻ പ്ലേസ് ആണ്. അതുപോലെ 20 ദിറംസിന് വെർത്താണ്, ആരും മിസ്സാക്കരുത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ഗ്രാമീണ അന്തരീക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ഫുള്ള് മൃഗങ്ങളുടെ സൗണ്ടും ഒക്കെ ആയിട്ടൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ നിങ്ങൾ റാക്ക് നാച്ചുറൽ ട്രഷേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.